ഇന്ന് കോണിപ്പടിൻ്റെ താഴത്ത് ആരതാന്നാവൂല സൈക്കിളൊക്കെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ട്. ഏതായാലും കൂട്ടുകാരെ ശ്രദ്ധിക്കൂ. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ 1-ാം തീയതി ആയതുകൊണ്ട് കണക്കുകളൊക്കെ റെഡിയാക്കാനുള്ള പരിപാടിയിലാണ്. പണികൾക്കിടയിൽ തന്നെ ഏതായാലും കണക്കുകളൊക്കെ റെഡിയാക്കി വെക്കണം. ഇന്ന് വൈകുന്നേരം ഏതായാലും മുതലാളി വരും. എല്ലാവർക്കും ശമ്പളമൊക്കെ കിട്ടുന്ന ദിവസമാണ്. അതിനിടയ്ക്ക് തന്നെ ഐസുകാരനും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഐസൊക്കെ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഏതായാലും ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മീൻ പൊരിച്ചുന്ന ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. കടലിൽ കത്തിപ്പിടിച്ചതാവും. ഏതായാലും ഭക്ഷണം കഴിക്കലും നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നു. ഏതാ ഇരുത്തം. നമ്മളെ ബായി ഏതായാലും ചെമ്മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മളെ റാസൽ ബായി ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. ഏതായാലും ബില്ലുകളൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഐസ്ക്രീം കഴിക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ വൈകുന്നേരത്തെ ഓരോ റെഡിയാക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നിസ്കരിക്കാൻ പോയപ്പോഴാണ് നല്ല മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കണ്ടത്. ഇന്ന് രാത്രിക്കത്തെ ചായക്കടി നമുക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു കൂട്ടുകാരന്മാർ. അപ്പം ഞാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തു. ഏതായാലും മാഷാ അള്ളാ ചെക്കന്മാരെല്ലാം ഉഷാറാക്കിയിട്ടല്ല സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ കുടിക്കുന്ന നേരത്താണ് മുതലാളി എത്തിയത്. അങ്ങനെ മുതലാളിക്ക് ഒരു സാൻഡ്വിച്ചൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് ശമ്പളമൊക്കെ കിട്ടി. സന്തോഷമായി എല്ലാവർക്കും. അങ്ങനെ രാത്രി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ നടക്കാൻ പോയി. അങ്ങനെ റൂമിലെത്തി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് നല്ല പുതിയ ലുങ്കിയൊക്കെ എടുത്തിട്ട് ബായി എല്ലാം പൊലിവിലിങ്ങനെ നടക്കണ കണ്ട്. അപ്പം ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. ഓക്കെ, ബൈ ബൈ.